സോളാർ കേസ് സംബന്ധിച്ച സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് ജുഡീഷ്യൽ അന്വേഷണം നടത്തിക്കാനായി തീരുമാനമെടുത്തു. ഇതിന് ഒരു സിറ്റിംഗ് ജഡ്ജിയുടെ സേവനം വിട്ടുതരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ചീഫ് ജസ്റ്റിസിന് ചീഫ് ജസ്റ്റിസിനോട് ആവശ്യപ്പെടാനും തീരുമാനിച്ചു. ചർച്ച ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞ കാര്യമാണ്. അവർ ചർച്ചയില്ലെന്ന് പറഞ്ഞു. ചർച്ചയ്ക്ക് ആരെങ്കിലും നിർബന്ധിക്കാൻ പറ്റുമോ? ടേംസ് ഓഫ് റെഫറൻസിൻ്റെ കാര്യത്തിൽ അവർ ചർച്ചയ്ക്ക് തയ്യാറാണെങ്കിൽ ഞങ്ങൾ ചർച്ചയ്ക്ക് ഒരിക്കലും എതിരല്ല. പക്ഷേ നേരത്തെ ചർച്ചയെന്ന് പറഞ്ഞപ്പോൾ അവർ ചർച്ചയില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇതുവരെ അവർക്ക് മുഖ്യമന്ത്രിയെ ആയിട്ട് ബന്ധപ്പെടുത്തുന്നതിനുള്ള ഒരു കാര്യവും അവർക്ക് സ്ഥാപിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല. അവർക്ക് എന്തുണ്ടെങ്കിലും അത് അവർക്ക് എഴുതി തരികയാണ്, എഴുതി തരാം. ചർച്ച ചെയ്യാനാണെങ്കിൽ ചർച്ചയ്ക്ക് തയ്യാർ. അതിന് അവർക്ക് സ്ഥാപിക്കാൻ സാധിക്കത്തക്ക വിധത്തിലുള്ള ഏത് നിർദ്ദേശം വെച്ചാലും ഞങ്ങളതിനെ ഒരു വിധത്തിലും തള്ളിക്കളയുന്നില്ല. ഇതുവരെ അവർ തന്നെയല്ലേ പറഞ്ഞു ഒരു ചർച്ച നടന്നിട്ടില്ലെന്ന്. ആഭ്യന്തരമന്ത്രി തന്നെ അതിന് മറുപടിയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ തന്നെ ഇങ്ങനെ മാറി പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്നാണ് അവരെല്ലാവരും മാറി മാറി പറഞ്ഞത്. അത് മാർക്സിസ്റ്റ് പാർട്ടി ചിന്തിക്കേണ്ട കാര്യമാണ്. ഒരു മുഖ്യമന്ത്രിയെ ഒരു പരിപാടിയിലും പങ്കെടുപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് പറയുന്നത്, അതും ജനസമ്പർക്ക പരിപാടി പോലും. ജനസമ്പർക്ക പരിപാടി എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. എങ്കിലത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് അന്തിമമായ തീരുമാനമെടുക്കേണ്ടത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനും മധ്യസ്ഥവും നടത്തിയിട്ടില്ല, കുഞ്ഞാലിക്കുട്ടിയും യൂസഫ് അലി ആരും നടത്തിയിട്ടില്ല. ഇതിപ്പോൾ ഓരോരുത്തരും ഓരോന്നങ്ങ് പറയുകയല്ലേ. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഇതൊക്കെ ഇങ്ങനെ മധ്യസ്ഥന്മാരുടെ പേരൊക്കെ കേട്ടുകൊണ്ട് ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞതാണ്.